ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരു കന്യാകുമാരി ട്രിപ്പ് നടത്തിയതാണ്. അതിൻ്റെ പരിണിത ഫലമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയ്യോ, എൻ്റെ കൈക്ക് കുത്തുന്നേ. 7,000 രൂപ എങ്ങാനും പറഞ്ഞു എന്നോട് ഇത് ചെയ്യുന്നതിന് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് 1,500 റുപ്യക്ക് ശരിയാക്കി. എൻ്റെ കയ്യങ്ങ് ശരിയാക്കി. വേദനയുണ്ട് കേട്ടോ. പക്ഷേ ഇവർ നല്ല വൃത്തിയോടും കൂടി വെടിപ്പോടും കൂടിയാണ് ചെയ്യുന്നത്. അതൊരു സമാധാനം. അത് കണ്ടിട്ട് ഞാൻ കുറേ നേരം നോക്കി. കരയുന്ന എന്തൊരു സുഖം. പിന്നെ ഈ എന്താ പറയുക, ഓരോ സൂചിയും ഫ്രഷ് ഇതിനകത്ത് നിന്ന് പൊളിച്ചെടുക്കുന്നതാണ്. തമിഴന്മാരുടെ കാര്യമാണ് ഫ്രഷ് എന്നെല്ലാം പറഞ്ഞിട്ട് എന്നൊന്നും അറിയില്ല. പക്ഷേ എന്ത് വന്നാലും ഫ്രഷായിട്ട് എടുത്തു, ഫ്രഷായിട്ട് ചെയ്തു. ഗ്ലൗസെല്ലാം ഇട്ടിട്ടാണ് പരിപാടി. വേദന ഉണ്ടോയെന്ന് ചോദിച്ചാൽ വേദനയുണ്ട് കേട്ടോ. എന്നാൽ വേദന ഇല്ലാണ്ടൊന്നുമില്ല, നല്ല വേദനയുണ്ട്. ചില സ്ഥലത്ത് എത്തുമ്പോൾ നല്ല ഇതുണ്ട്. പിന്നെ ഇവർ ഇത്ര മൈന്യൂട്ടായിട്ട് ഓരോ ലൈനും ഈ ആദ്യം ഒരു പേപ്പറിലേക്ക് ഇതെടുത്തു, ആ പേപ്പറിൽ സ്കെച്ച് ചെയ്ത് അത് നമ്മളെ കയ്യിലേക്ക് കോപ്പി ചെയ്ത് ആദ്യം എണ്ണ പോലുള്ള പുരട്ടി എന്നിട്ട് വേണം പിന്നെ ഇങ്ങനെ ഇതാക്കി കൊണ്ടുവരിക. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ലൈന്, ഷാർപ്പ് ലൈനുകൾ അവർ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഷാർപ്പ് ലൈന് ഇട്ട് എന്നിട്ടാണ് ഇവർ ഈ പരിപാടിയെല്ലാം ചെയ്യുന്നത്. എൻ്റെ അമ്മേ, നല്ല വേദന ഉണ്ടായിരുന്നു. ഒരു കഴിവാണ് കേട്ടോ. വരക്കാൻ കഴിവുള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റൂ. എന്ത് വന്നാലും കുറേ കാലമായി കയ്യിലൊരു ടാറ്റു അടിക്കണം എന്ന് വിചാരിക്കുന്നു. അതിന്ന് ശരിയാക്കി. ഇങ്ങനെയുണ്ട് എൻ്റെ ടാറ്റു എന്ന് പറയണം കേട്ടോ എല്ലാവരും. അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, 1,500 രൂപ കൊടുത്തത്. കന്യാകുമാരി പിന്നെ കന്യാകുമാരി അമ്മയുടെ അതിൻ്റെ ആ സൈഡില്ലേ, ആ അമ്പലത്തിൻ്റെ ഇപ്പോഴത്തെ സൈഡ്, നമ്മളെ എന്താ വ്യൂ പോയിൻറ്റും കാര്യങ്ങളെല്ലാം വിവേകാനന്ദ പാറയിൽ നോക്കുന്നത് അവിടെ ആ സൈഡിൽ, ആ റോഡിൻ്റെ സൈഡിലുണ്ട് കുറേ ഷോപ്സുകൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് ഇത് ചെയ്തത്. ഇങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അങ്ങനെ കൊമ്പം മീശക്കാരന് ഒരു ടാറ്റുവായി. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ. കുറേ ചോയ്സുകൾ ഉണ്ടായിരുന്നു, എന്നാലും ഇതാണ് എനിക്കിഷ്ടപ്പെട്ടത്. അപ്പോൾ ഓക്കെ, ബൈ, സി യു.